ഹലോ വിവേസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു കാട്ടപരാധ മൂവിയുടെ ഒരു റോസ്റ്റാണ് ഗൈസ്. മാർട്ടിൻ എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര്. സിനിമ തുടങ്ങിയത് തൊട്ട് ഒരുത്തൻ്റെ അലർച്ചയെന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നു. കാണ്ടാമൃഗം പോലും ഇത്രയും കിടന്ന് അലറൂല ഗൈസ്. KGF ബാഹുബലിയും ഒന്നുമല്ല, നമ്മളെ പടമാണ്. കിടിലം പടമെന്നും പറഞ്ഞ് ഇറക്കിയ പടമാണ് മാർട്ടിന്. KGFന്റെ അച്ഛൻ വിചാരിച്ച പോലും നമ്മളെ കളക്ഷൻ തൊടാൻ പറ്റൂലെന്നും പറഞ്ഞ് ഇറക്കിയ പടവും കൂടിയാണ് ഇത്. എടുത്തത് 120 കോടി, കിട്ടിയത് 25 കോടി. നമ്മളെ കേരളത്തിലെ മാലപ്പടക്കം പോലും ഇങ്ങനെ പൊട്ടൂല. ഈ കാട്ടുപോത്ത് സിനിമ തുടങ്ങിയ അവസാനം വരെ ഒരേ മുരളലാണ്. കൂട്ടുപട്ടി പോലും ഇങ്ങനെ കടന്നു വരളൂല എൻ്റെ പൊന്നു ഗൈസ്. തിയേറ്ററിൽ ഇരുന്ന് കണ്ടവരെ കാര്യം ആലോചിച്ച് പോലും നോക്കാൻ പറ്റണല്ലോ എൻ്റെ പൊന്നോ. പടം തുടങ്ങണ തന്നെ PUBGയുടെ പരസ്യം കാണിച്ചോണ്ടാണ്. ഒരു തോക്കം പിടിച്ച് 1500 വെടി അവന്മാരെ നെഞ്ചത്തോട്ട് വയ്ക്കും. ഒരു വെടി കൊണ്ടവൻ താഴെ കിടക്കും. 10 നില കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് വീണിട്ട് നമ്മളെ കാട്ടുപോത്തിനൊന്നും സംഭവിക്കൂല ഗൈസ്. ജപ്പാനിലുള്ള ഡോക്ടറാണെങ്കിൽ അവന്റെ ഓർമ്മ പോകാൻ വേണ്ടി അവന്റെ കഴുത്തിലോട്ട് മരുന്ന് കുത്തിവെക്കും ഗൈസ്. അതിനുശേഷം ഒരു ഓർമ്മയും 10 ഇല്ലാതെ ചെറുക്കാൻ അങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കും. അങ്ങനെ നമ്മളെ കാട്ടുപോത്തിനെയാണെങ്കിൽ ഇവർ പാകിസ്ഥാൻ ജയിലിലോട്ട് കൊണ്ടുപോകും ഗൈസ്. നമ്മളെ കാട്ടുപോത്ത് അവിടെ ലാൻഡ് ആവണതിന് മുമ്പ് അവിടുത്തെ ജയിൽ പുള്ളികൾ തൊട്ട് പോലീസുകാർ വരെ കൊടുക്കണ ഒരു ബിൽഡപ്പ് ഉണ്ട് എൻ്റെ പൊന്നോ. ஏதோ மதம் பிடிச்ச யானை இந்த ஜெயிலுக்கு கூட்டிட்டு வரானு போல. என் லைஃப்ல இவ்ளோ வயலண்டான ஒருத்தனை பாக்குறது இதான் ஃபர்ஸ்ட் டைம். ஒரு கிரிமினலை பார்த்து போலீஸ்காரங்க மிரண்டு ஓடுறாங்க. அவன் மனுஷன் இல்ல, மனுஷ ரூபத்துல வந்திருக்கிறான். இப்படி ஒரு கிரிமினலுக்கு ஹை செக்யூரிட்டி கொடுத்து கொண்டு வரது இதுதான் முதல் தடவை. அவன் ஒருத்தன் 1000 பேருக்கு சமம். அவங்கிட்ட அடி வாங்கின எல்லாரும் ஸ்பாட்லயே செத்துட்டாங்க. ആ ചൊക്കിളിത്തല ആരാണെന്ന് പോലും അറിയാതെ എന്തിനാണെന്നോ യോമാർ ഈ തള്ളണത്. യോമാർക്ക് ഇങ്ങനെ ഓവറാക്കി ചളവാക്കി കുളവാക്കിയതിന് ശേഷം നമ്മളെ കാട്ടുപോത്തിനെയാണെങ്കിൽ കുറെ വന്യജീവികളുള്ള കേന്ദ്രത്തിലോട്ട് തുറന്നു വിടും. ആസ്മയ്ക്കുള്ള ഗുളിക പോലും കൊടുക്കാതെ നമ്മളെ കൂത്തിപ്പട്ടീനെയാണെങ്കിൽ അങ്ങോട്ട് തുറന്നു വിടും ഗൈസ്. അതിനുശേഷം ഒരു അരമണിക്കൂർ അവിടെ കിടന്ന് ഒരേ വലിവാണ്. നമ്മളെണ്ണം കുളിച്ചിട്ട് 10-20 വർഷം ആയതുകൊണ്ട് നമ്മളെണ്ണാണെങ്കിൽ ജയിലിലെ കക്കൂസിന്ന് കുളിക്കാന്നും പറഞ്ഞ് അങ്ങോട്ട് പോകും ഗൈസ്. കാട്ടുപോത്തിനെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ജയിലിലുള്ള കുറെ വന്യജീവികൾ ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും ഗൈസ്. പക്ഷെ എത്ര പേര് വന്നാലും എത്ര അടി അടിച്ചാലും നമ്മളണ്ണൻ ഒരു കുലുക്കവും ഇല്ല. ഒരു 5 സെക്കൻഡ് അടി കൊണ്ടതിന് ശേഷം മൈദമാവ് കുഴയ്ക്കണ പോലെ ബാക്കിയുള്ളവന്മാരെ കേട്ടോ അങ്ങോട്ട് ഇടിച്ചങ്ങ് കുഴയ്ക്കും. ഇടയിൽ നമ്മളെ കാട്ടുപോത്താണെങ്കിൽ കുറെ മാസ് ഡയലോഗ് കൂടി അങ്ങ് അടിക്കും. എൻ്റെ പൊന്നോ ണെങ്കിൽ അടി. ഇതിന്റെ ഇടയിൽ കൂടി ഞാനായിരുന്നു ചോദിച്ച് ഈ കാട്ടുപോത്ത് ഒരേ അടി. അവനാണെങ്കിൽ ഒരു ചൊക്കിളി തലേനെ അടിച്ച് പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും പോലീസുകാരാണെങ്കിൽ 2 കാട്ടുപോത്തിനെ അങ്ങ് തുറന്നു വിടും. ഈ ലോകത്തുള്ള എല്ലാ മൃഗങ്ങളും ഉള്ള മൃഗശാലയിലാണ് നമ്മളെ കാട്ടുപോത്തിനെ തുറന്നു വിട്ടത്. യവന്മാരെ 2നെ അടിച്ചിട്ടതിന് ശേഷം പോലീസുകാരാണെങ്കിൽ അവനെ സ്മോക്ക് ഇട്ടങ്ങ് മയക്കും. മുക്കി പോയതും കോരി കളഞ്ഞ് ചെറുക്കനെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. ഈ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാവണേ അവന് ഓർമ്മയും പൊത്തൊന്നും ഇല്ലെന്ന്. അതുമാത്രമല്ല അവന്റെ പേര് അർജുനാണെന്നും അവർ കണ്ടുപിടിക്കുന്നു. ഇതിനുശേഷം KGF പോലെ എടുക്കാൻ നോക്കിയ ഈ പടത്തില് KGFലെ ചേച്ചി വന്നിട്ട് ഇവനെയാണെങ്കിൽ ചോദ്യം ചെയ്യും. ஒரு யானைக்கு இவ்ளோ டோசேஜ் கொடுத்திருந்தா 1/2 மணி நேரத்துல மயங்கி விழுந்திருக்கும். இவனுக்கு மட்டும் ஏன் எஃபெக்ட் ஆகல? അങ്ങനെ ഈ പേ പിടിച്ചവനാണെങ്കിൽ അവിടെയുള്ള പോലീസുകാരെ അടിച്ചിട്ട് അവിടെ നിന്ന് ചാടി രക്ഷപ്പെടും. വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ എല്ലാ ന്യൂസ് ചാനലിലും ഈ വാർത്ത വരും. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഈ ന്യൂസും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളെ കാട്ടുപോത്താണെങ്കിൽ മുരളിക്കൊണ്ട് അവന്മാരെ പറകെ കൂടെ അങ്ങ് പോകും. ഇത്രയും വലിയ കാട്ടുപോത്ത് മുരളിക്കൊണ്ട് പോയിട്ട് ഒരു ഓന്തൂട്ടം പോലും തിരിഞ്ഞു നോക്കിയില്ല ഗൈസ്. അവൻ്റെ നെഞ്ചത്ത് കൊണ്ട ബുള്ളറ്റ് ആരതാണെന്ന് അറിയാൻ വേണ്ടിയാണെങ്കിൽ ഇവൻ മീൻ മാർക്കറ്റിൽ പോണ പോലെ വെപ്പൺ മാർക്കറ്റിലോട്ട് ഇറങ്ങിപ്പോവും. നമ്മളിവിടെ മീനൊക്കെ വിൽക്കണ പോലെയാണ് അവിടെ തോക്കൊക്കെ തൂക്കി വിൽക്കണത്. അവിടെ ഇരുന്ന ഒരു ചാവാറായ കളവനെ കൊണ്ട് അവ ഈ ഒരു ബുള്ളറ്റ് കാണിക്കുമ്പോൾ ആ കളവൻ പറയും ഇതേതൊരു ഗ്യാങ്സ്റ്റർ വിട്ടതാണെന്ന്. അങ്ങനെ ഈ മുരട്ട് കളവനാണെങ്കിൽ പേരും നാളും എല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ബുള്ളറ്റിന്റെ എവിടെയാണെന്നോ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഗ്യാങ്സ്റ്ററിനെ തപ്പി അവൻ ജൽക്ക നൈറ്റ് ക്ലബിലോട്ട് പോകും.
അങ്ങനെ നമ്മളെ കാട്ടുപോത്താണെങ്കിൽ ജൽക്കിയിൽ വന്ന് ജിൽക്ക് ജിൽക്കേരെ പാട്ടും കണ്ടോണ്ട് അങ്ങ് നിൽക്കും ഗൈസ്. നമ്മളെ കാട്ടുപോത്താണെങ്കിൽ അവിടെയുള്ള ഒരു കിളി പോയി ഒരുത്തനെ വിളിച്ചുകൊണ്ട് ഇന്ത്യ എംബസിയിലുള്ള ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോകും. അവിടെ എത്തിയപ്പോഴത്തേക്ക് അവള് കണ്ണി വെടികൊണ്ട് പൂണ്ട് ഉറക്കമാണ് ഗൈസ്. ആ പെണ്ണും പിള്ള ചത്തെങ്കിൽ അവനവിടെ നിന്ന് ഒരു ക്ലൂ കിട്ടും. അവിടെ കിടന്ന തുണ്ട് പേപ്പറിലാണെങ്കിൽ കൂടെ വന്നവൻ്റെ കണ്ണിൽ നിന്ന് കൺമശി എടുത്ത് അതിലിട്ട് അങ്ങോട്ട് ഉരയ്ക്കും. അങ്ങനെ ഉരച്ച് തീരുമ്പോഴത്തേക്ക് അതിൽ 2 ഇന്ത്യക്കാരെ നമ്പർ. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ബുള്ളറ്റിൻ്റെ ഉടമ ഇന്ത്യയിലാണെന്ന്. അങ്ങനെ മൂട്ടിൽ വെടികൊണ്ട പന്നിയെ പോലെ ഇവ ഇന്ത്യയിലോട്ട് കൊളുത്തി വരും. അതിൽ വല്ല ചൈനക്കാരൻ നമ്പരായിരുന്നെങ്കിൽ ഇവ നേരെ ചൈനയിലോട്ട് വിട്ടനെ. മീൻവണ്ടിയിലൊക്കെ കയറി ചെറുക്ക ഇന്ത്യയിലെത്തിയപ്പോഴാണ് ചെറുക്ക അറിയണം ചെറുക്കൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യം. യവനക്ക് ആര് പെണ്ണ് കൊടുക്കണേന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫ്ലാഷ് ബാക്ക് പറഞ്ഞത്. പണ്ട് അവൾ ഹിമാലയത്തിൽ മഞ്ഞ് വരാൻ പോയപ്പോഴത്തേക്ക് ഈ മഞ്ഞിടിച്ചിലുണ്ടായപ്പോൾ യവ എവിടെന്നേ കയറി വന്ന് എവളെ രക്ഷപ്പെടുത്തി പോലും. ബാഹുബലി വരെ മാറി നിൽക്കുന്ന രീതിയിലാണ് നമ്മളെ ചെറുക്കൻ്റെ രക്ഷപ്പെടുത്തൽ. ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഈ താഴെ എത്തി ഇവർ രണ്ടുപേരും കൂടി വീണ്ടും അതേ സ്ഥലം വലിഞ്ഞു കയറി മുകളിൽ പോയി ഇന്ത്യയുടെ കൊടി നാട്ടും. സംഭവം ഇവളുടെ അച്ഛനായിരുന്നെങ്കിൽ ഒരു സോൾജർ ആയിരുന്നു പോലും. അങ്ങേര് ഇതേ സ്ഥലത്താണ് മരിച്ചതെന്നാണ് ഇവള് പറയണത്. എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചെന്ന് എനിക്ക് തന്നെ മനസ്സിലാവില്ല. ഇവർ രണ്ടുപേരും കൂടി ജനനെ വാടിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ 4 പട്ടാളക്കാർ കയറി വന്ന് യവനെ അങ്ങോട്ട് പുകഴ്ത്തും. കുറച്ചു മുമ്പ് കാണിക്കുന്ന ഷോട്ടിലാണെങ്കിൽ ആ പഞ്ചായത്ത് തന്നെ ആളില്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത്. യവന്മാർ പിന്നെ എവിടെ നിന്ന് വന്നെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. ഈ പട്ടാളക്കാർ യവൻ എന്തിനാണ് പുകഴ്ത്തിയെന്ന് വെച്ചാൽ ഇവർ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ ബോർഡറാണ് പോലും. അവിടെ യവൻ ചാടിപ്പോയി ഇന്ത്യയുടെ ഫ്ലാഗ് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ അടിയിൽ മഞ്ഞളും കുങ്കുമവും ഇടും. സൗത്ത് ഇന്ത്യയിൽ നിന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പയ്യെ ഇങ്ങനെ ചെയ്യണത്. പട്ടാളക്കാർ പറയണത് എല്ലാ വർഷവും ഇത് തന്നെയാണ് അവൻ്റെ പരിപാടി. അവൻ്റെ രാജ്യസ്നേഹം കണ്ടിട്ടാണ് അവർ സല്യൂട്ട് അടിച്ചതെന്നാണ് അവർ പറയണത്. എന്തൊരുവൊക്കെ എന്തോ. ഈ കട്ട മഞ്ഞത്ത് ഇവളാണെങ്കിൽ ജാക്കറ്റൊക്കെ തുറന്നിട്ടുണ്ടാണ് നടക്കണത്. മനുഷ്യക്കുഞ്ഞ് തന്നെയും നമുക്ക് തോന്നിപ്പോവും ഗൈസ്. പറയും പോലെ നമ്മളെ കാട്ടുപോത്തിൻ്റെ കൂടെയല്ലേ നടക്കണത്. ഇങ്ങനെ ആവാതിരിക്കൂ. അങ്ങനെ അവർ തിരിച്ചു പറഞ്ഞ വഴിയിൽ മഞ്ഞിൽ കിടന്ന് ചൊല്ലി അവരങ്ങ് സെറ്റാവും. അപ്പോഴേ തന്നെ ഹിമാലയ മുതൽ സഹാറ മരുഭൂമി വരെ അവർ പോയി ഡാൻസ് കളിക്കും. യവനാണെങ്കിൽ ഫ്ലാഷ് ബാക്കും കഴിഞ്ഞ് നാട്ടിൽ വന്ന് നോക്കിയപ്പോൾ യവൻ്റെ കൂട്ടുകാരെയൊക്കെ മാർട്ടിൻ എന്ന പേരുള്ള ഒരുത്തൻ കൊല്ലണം. അങ്ങനെ നമ്മൾ മാർട്ടിനെ പോയിച്ച് പുറത്തേ അടിക്കാൻ വേണ്ടി ഇവർ മാർക്കറ്റിൽ പോയി കുന്തിരിക്കൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കും. അപ്പോഴാരൊക്കെ വന്ന് യവനെ അങ്ങോട്ട് കൊല്ലാൻ നോക്കും. യവനാണെങ്കിൽ ഗ്രാവിറ്റിയൊക്കെ മറന്നങ്ങോട്ട് അടി തുടങ്ങും. തേങ്ങ പൊട്ടിക്കാനാണെങ്കിൽ ഇനി വെട്ടോത്തിരിയൊന്നും ആവശ്യമില്ലെന്ന് കാണിക്കുന്ന സീനാണിത്. വന്നവന്മാരാണെങ്കിൽ അടിയും കൊണ്ടിട്ട് പോണതിന് പകരം ഇവൻ്റെ തോളത്ത് കിടന്നാണ് ഉറങ്ങണത്. അങ്ങനെ ഫൈറ്റ് കഴിയാറായപ്പോൾ എവിടെ നിന്നൊക്കെയോ ഒരു ഗ്യാങ് വന്ന് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇത്ര നേരം ഒരു ബോധവും പൊക്കണവും ഇല്ല എന്ന് നമ്മളെ ചെറുക്കന് ബോധമൊക്കെ വന്നു തുടങ്ങി. അപ്പോഴും തന്നെ ഇവനാണെങ്കിൽ റോളക്സിനെ പോലെ ഒരു വെള്ള കസേരയിൽ ചാടി അങ്ങ് ഇരുന്നു. അവനാണെങ്കിൽ ഈ കസേരയിലേക്ക് ചാടി കയറി ഇരുന്നിട്ട് ഒരു കൊല ട്വിസ്റ്റ് അങ്ങോട്ട് ഇടും. യവനാണ് അത്ര മാർട്ടിൻ. പിന്നീട് കാണിക്കണത് ഭാവങ്ങൾക്ക് വെട്ടിമറയണ ഒരു മുഖമാണ് ഗൈസ്. എന്തൊരു അഭിനയം. പടത്തിന് ഇൻട്രവെല്ലായതാണ് നിങ്ങളിപ്പം കണ്ടത്. എന്തരൊക്കെയാന്തോ. നമ്മളെ കാട്ടുപോത്തിൻ്റെ ബോഡി ഗാർഡ്സ് എന്തിനാണ് അവൻ്റെ നേർക്ക് തന്നെ തോക്കം ചൂടിക്കണേന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ഞാൻ ഇൻ്റർവെല്ല് ബ്ലോക്ക് കഴിയുമ്പോഴത്തേക്കാണ് യഥാർത്ഥ അർജുൻ കണ്ണു തുറക്കുന്നത്. അവനാണെങ്കിൽ പാകിസ്ഥാനിലുള്ള ഏതോ പട്ടിക്കാട്ടിലുള്ള ആശുപത്രിയിലാണ് കിടക്കണത്. അത് കഴിഞ്ഞ് നേരെ കാണിക്കാൻ നമ്മളെ മാർട്ടിൻ്റെ ഫ്ലാഷ് ബാക്കാണ്. നാടകത്തിന് വേണ്ടി കെട്ടിയിട്ട സ്റ്റേജിൽ 1500 മെഴുകുതിരിയും കത്തിച്ച് വെച്ച് കല്യാണ പെണ്ണിനും ചെറുക്കനും ഇരിക്കാനുള്ള കസേരയിലാണ് മാർട്ടിൻ കയറിയിരിക്കും. ഇതാണ് പോലും മാർട്ടിൻ്റെ സാമ്രാജ്യം. വേറൊരു പണിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ മാർട്ടിനാണെങ്കിൽ ഇവിടെ വന്ന പട്ടീരെ വായിലിരിക്കുന്ന ബിസ്ക്കറ്റൊക്കെ കടിച്ചെടുക്കണിലാണ് പരിപാടി. പട്ടീരെ വായിന്ന് വരെ എടുത്ത് തിന്നാൻ കാണിക്കുന്ന ആ മനസ്സ്. ഫാൻസി ഡ്രസ്സ് വിട്ട് ഒരു കൂലിപ്പണിയും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരുന്ന് അവൻ്റെ ചന്തി കഴിച്ചപ്പം പുറത്തോട്ട് പോകാമെന്നും പറഞ്ഞ് പുറത്തോട്ടിറങ്ങി പോവുകയാണ് നമ്മളെ മാർട്ടിൻ. അങ്ങനെ പുറത്തിറങ്ങി നമ്മളെ മാർട്ടിനാണെങ്കിൽ കുറെ പാണ്ടിലോറിക്കാർ വന്ന് കൊല്ലാൻ വേണ്ടി നോക്കി. അങ്ങനെ നമ്മളെ ലോറീനെയൊക്കെ നമ്മളെ കാണ്ടാമൃഗമാണെങ്കിൽ ചേസ് ചെയ്ത് പിടിക്കുകയാണ്. ഇവനെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടത് ഈ പടത്തിലെ മെയിൻ വില്ലനാണ്. അവനാണെങ്കിൽ ആള് മാറിപ്പോയോണ്ടാണ് ഇവനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്. നമ്മൾ അർജുനന് ഇങ്ങേര് കൊല്ലാൻ വേണ്ടി വന്നത്. അങ്ങേരാണെങ്കിൽ ഒരു കസ്റ്റംസ് ഓഫീസറാണ്. അവനാണെങ്കിൽ ഇങ്ങേരെ കണ്ടെയ്നർ മൊത്തം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ദേഷ്യം തീർക്കാനാണ് ഇവനെ കൊല്ലാൻ വേണ്ടി വന്നത്. ഇങ്ങേരെ അർജുനെന്നും വിചാരിച്ചാണ് നമ്മളെ കാണ്ടാമൃഗത്തിനെ കൊല്ലാൻ വേണ്ടി വന്നത്. നമ്മളെ കാണ്ടാമൃഗമാണെങ്കിൽ നമ്മളെ വില്ലൻ്റെ കാർക്ക് കത്തിച്ച് അവന്മാർ തമ്മിൽ ഒരു ഡീൽ അങ്ങോട്ട് ഉറപ്പിക്കും. അർജുൻ്റെ കയ്യിൽ നിന്ന് എല്ലാ കണ്ടെയ്നറും ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ് നമ്മളെ കാണ്ടാമൃഗം അങ്ങോട്ട് ഡീൽ ഉറപ്പിക്കും. ഇത് കഴിഞ്ഞ ഉടനെ നമ്മളെ മാർട്ടിൻ്റെ ദേശീയ ഗാനം അങ്ങോട്ട് പ്ലേ ചെയ്യും. ഈ പാട്ടിൽ തന്നെ വെറുപ്പിക്കലിൻ്റെ ഒരു ഘോഷയാത്രയാണ്. എന്തൊക്കെയാന്തോ.
ഇതുവരെ ഒന്നും ആരും തിയേറ്ററിൽ ഇരുന്ന് കണ്ടെന്ന് തോന്നണില്ല. കണ്ടെങ്കിൽ ഈ പാട്ടോടുകൂടി തന്നെ അവർ ഇറങ്ങി ഓടിക്കാണും. ഈ പാട്ടും കഴിഞ്ഞ് ഒരു ആവശ്യമില്ലാതെ മാർട്ടിനാണെങ്കിൽ പാകിസ്ഥാനിലോട്ട് പോകുമ്പോൾ അർജുനും അതിൻ്റെ പുറകെ അങ്ങ് പോകും. ഇവിടെ വെച്ചുണ്ടായ ഷൂട്ടൗട്ടിലാണ് രണ്ടിൻ്റെയും ബോധം പോയി മറ്റവനാണെങ്കിൽ ജയിലിലാവണത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ആ കാട്ടുപോത്തിനാണെങ്കിൽ മരിച്ചടക്കണവരെ സംസാരിക്കാനുള്ള കഴിവ് വരെ ഉണ്ട്. ഇന്ത്യൻ നാഷണൽ ബേർഡ് ഏതെന്ന് சொல்லு. ഇന്ത്യൻ നാഷണൽ ആനിമൽ ഏത്? അങ്ങനെ ഫ്ലാഷ് ബാക്കും കഴിഞ്ഞ് അർജുൻ അങ്ങ് എത്തുമ്പോഴത്തേക്ക് മാർട്ടിനാണെങ്കിൽ അവൻ്റെ ഗേൾഫ്രണ്ടിനെയും തട്ടിക്കൊണ്ട് അങ്ങ് പോകും. എന്നിട്ട് അവനെ വിളിച്ചിട്ട് കണ്ടെയ്നേഴ്സൊക്കെ തന്നാൽ ഇവളെ അങ്ങ് വിട്ടേക്കാന്ന് പറയും. അങ്ങനെ നമ്മൾ അർജുനാണെങ്കിൽ കണ്ടെയ്നറും കൊണ്ടുവരുമ്പോഴത്തേക്ക് വില്ലന്റെ ഗ്യാങ് ഇടക്കേറി വന്ന് അവിടെ ഒരു ചേസിങ് സീൻ. അതും കഴിഞ്ഞ് നമ്മൾ അർജുനാണെങ്കിൽ ഇങ്ങനെ പെട്ട് കിടക്കുമ്പോഴത്തേക്ക് തെർമോകോളൊക്കെ വെച്ചുണ്ടാക്കിയ പാറ്റൻ ടാങ്കുമായിട്ട് നമ്മളെ മാർട്ടിൻ അങ്ങ് എത്തും. അങ്ങനെ അവന്മാരെ മൊത്തം പുകച്ച് ചാടിപ്പിച്ചതിന് ശേഷം യവന്മാർ ഗ്രാവിറ്റി മറന്ന് അങ്ങോട്ട് ഒരേ ഫൈറ്റ്. ഫൈറ്റ് എന്ന് പറയാൻ പറ്റൂല, വേറെ വല്ല പേരും ഇട്ട് വിളിക്കേണ്ടി വരും. ഇത് ഭൂമി തന്നെ കിടന്നടിക്കണേന്ന് തോന്നിപ്പോണ രീതിയിലുള്ള അടികളാണ് ഇവിടെ നടക്കുന്നത്. ഈ യവന്മാർ ഇവിടെ കിടന്ന് അടി നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടി മെയിൻ വില്ലൻ കയറി അങ്ങ് വരും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അടി കൂടാന്നും പറഞ്ഞ് യവന്മാർ അങ്ങ് അടി നടത്തും. എന്നിട്ട് അതിൻ്റെ ഇടയിലോട്ട് കയറി വന്ന ആ വില്ലനെ അങ്ങ് തട്ടും. Don't teach father how to make babies. അങ്ങനെ നമ്മളെ വില്ലനെയും കൊന്ന് കണ്ടെയ്നേഴ്സും നശിപ്പിച്ചുകൊണ്ട് അർജുനെ പ്രസിഡന്റ് വിളിച്ച് ഒരു അവാർഡ് അങ്ങ് കൊടുക്കും. പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെട്ട നമ്മളെ കാണ്ടാമൃഗമാണെങ്കിൽ അന്റാർട്ടിക്ക മുതൽ സൗത്ത് കൊറിയ വരെ ബോംബിട്ട് പൊട്ടിച്ചിട്ട് ഒരു പൂളി കിടന്ന് മുട്ടയൊക്കെ അടിച്ച് നമ്മളെ കാണ്ടാമൃഗമാണെങ്കിൽ കുറച്ചുകൂടെ കുട്ടപ്പനായിട്ടുണ്ട്. നമ്മളെ കാട്ടുപോത്തിന് പുതിയ പേരിക്കായിട്ടുണ്ട്. I am Rhino. യവ എന്തിനാണ് ഈ സ്ഫോടനമൊക്കെ നടത്തിയെന്നുള്ളത് അടുത്ത പാർട്ടി കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് യവന്മാർ ഈ പടം അങ്ങോട്ട് നിർത്തണത്. ഈ പടമൊക്കെ KGF-നെക്കാളും മുകളിൽ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടവന്മാരെ എന്തൊരു പറയേ. ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് വെറുപ്പിക്കൽ മൂവി ഇതായിരിക്കും.